പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി അഥവാ സെന്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ വഴി പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്ന ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് അവരുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു ഓഡിറ്റ് കോഴ്സ് എന്ന പേരിൽ ഒരു പേപ്പർ പരീക്ഷ എഴുതാനുണ്ട്. ആദ്യത്തെ 4 സെമസ്റ്ററുകളിലാണ് ഈ പരീക്ഷ നടക്കേണ്ടത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും സെമസ്റ്ററിലാണ് പരീക്ഷ നടക്കുക. 2022 പ്രവേശനം നേടിയിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികൾ, അതായത് ഇപ്പോൾ 6ാമത്തെ സെമസ്റ്ററിൽ എത്തി നിൽക്കുന്നവർ, 5ാമത്തെ സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് വന്നു. 6ാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. 6ാമത്തെ സെമസ്റ്ററിനുള്ള പരീക്ഷ എഴുതുന്നതിനുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 2022 പ്രവേശനം നേടിയിട്ടുള്ള BA, BCom, BBA തുടങ്ങിയിട്ടുള്ള ഡിഗ്രി കോഴ്സുകാർ, പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ. റെഗുലർ കോളേജിലെ വിദ്യാർത്ഥികൾക്കും ഓഡിറ്റ് കോഴ്സ് പരീക്ഷയുണ്ട്. അവർക്ക് കോളേജുകളിൽ ഒരു സംവിധാനമുണ്ട്. പക്ഷേ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ടാണ് ഈ പരീക്ഷ നടന്നു വരുന്നത്. അങ്ങനെ 2022 പ്രവേശനം നേടിയിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികൾ അവരുടെ 1ാമത്തെ സെമസ്റ്ററിലും 2ാമത്തെ സെമസ്റ്ററിലും ഉണ്ടായിരുന്ന ഓഡിറ്റ് കോഴ്സ് പരീക്ഷ നേരത്തെ ഓൺലൈനായിട്ട് എഴുതിയിട്ടുണ്ട്. 1ാമത്തെ സെമസ്റ്ററിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന പേപ്പറായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. 2ാമത്തെ സെമസ്റ്ററിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന പേപ്പറാണ് പഠിക്കാനുണ്ടായിരുന്നത്. ആ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും എല്ലാവരും. ഇനി 3ാമത്തെ സെമസ്റ്ററിൽ ഹ്യൂമൻ റൈറ്റ്സും 4ാമത്തെ സെമസ്റ്ററിൽ ജെൻഡർ സ്റ്റഡീസും, അങ്ങനെ 2 പേപ്പറുകൾ കൂടി പരീക്ഷ എഴുതാനുണ്ട്. ഈ പരീക്ഷ, ഓഡിറ്റ് കോഴ്സ് പരീക്ഷ, എബിലിറ്റി എൻഹാൻസ്മെന്റിന്റെ ഭാഗമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ്. ഡിഗ്രിയുടെ എല്ലാ പേപ്പറുകളും പാസ്സായാലും ശരി, ഓഡിറ്റ് കോഴ്സ് പരീക്ഷ പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യൂ. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാ വിദ്യാർത്ഥികളും ഈ പരീക്ഷ കൂടി പാസ്സായിരിക്കണം. പക്ഷേ ഈ പരീക്ഷയുടെ മാർക്കുകളൊന്നും തന്നെ നിങ്ങളുടെ ഡിഗ്രി മാർക്കിന്റെ കൂടെ ചേർക്കുന്നതുമല്ല. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയും എന്ന് കരുതുന്നു. 2022 പ്രവേശനം നേടിയിട്ടുള്ള, നേരത്തെ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഇതേപോലെ പരീക്ഷകൾ ഉണ്ടായിട്ടുണ്ട്. തോറ്റിട്ടുള്ള ആളുകൾക്ക് സപ്ലിമെന്ററി പരീക്ഷകൾ ഉണ്ടായിട്ടുണ്ട്. 2022 പ്രവേശനം നേടിയിട്ടുള്ള ഡിഗ്രി, BA, BCom, BBA തുടങ്ങിയിട്ടുള്ള ഡിഗ്രി കോഴ്സുകളുടെ ഓഡിറ്റ് കോഴ്സ് പരീക്ഷയ്ക്ക് വേണ്ടി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2022 പ്രവേശനം നേടിയിട്ടുള്ള ഡിഗ്രിക്കാർ 1ഉം 2ഉം സെമസ്റ്റർ പരീക്ഷ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് എഴുതി ആ പേപ്പറുകൾ ആരെങ്കിലും തോറ്റുപോയവരുണ്ടെങ്കിൽ അവർക്ക് ഇനി സപ്ലിമെന്ററി ആയിട്ട് എഴുതിയെടുക്കുന്നതിനുള്ള നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷന്റെ ലിങ്കാണ് വന്നിരിക്കുന്നത്. നേരത്തെ ഈ പരീക്ഷ എഴുതാൻ ശ്രമിച്ചപ്പോൾ എഴുതാൻ കഴിയാതെ പോയവരുണ്ട്, പരീക്ഷ തീരെ അറിയാതെ പോയവരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ 1ഉം 2ഉം സെമസ്റ്ററിലെ പരീക്ഷകൾ നേരത്തെ നടന്ന സമയത്ത്, അതായത് ഓഡിറ്റ് കോഴ്സിന്റെ പരീക്ഷകൾ നേരത്തെ നടന്ന സമയത്ത് എഴുതാൻ കഴിയാതെ പോയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ എഴുതിയിട്ട് തോറ്റുപോയിട്ടുള്ള ആളുകളോ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് സപ്ലിമെന്ററി പരീക്ഷയായിട്ട് എഴുതിയെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷന് ലിങ്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3-4 സെമസ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്ന പേപ്പർ, അല്ലെങ്കിൽ എഴുതാനുണ്ടായിരുന്ന പേപ്പറുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്ന് ഹ്യൂമൻ റൈറ്റ്സ് ആണ്, മറ്റൊന്ന് ജെൻഡർ സ്റ്റഡീസ് ആണ്. അങ്ങനെ 3-4 സെമസ്റ്ററിലെ പരീക്ഷകൾക്കും ഇതേപോലെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ പരീക്ഷ ഓൺലൈനായിട്ട് എഴുതാൻ സാധിക്കുക. നേരത്തെ ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ പ്രത്യേകമായി യൂണിവേഴ്സിറ്റി ഒരുക്കിയിരുന്നില്ല. പകരം 6ാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഓഡിറ്റ് കോഴ്സ് പരീക്ഷ എഴുതുന്നതിനുള്ള സൗകര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പരീക്ഷ എത്ര പേര് എഴുതാനുണ്ട്, ആർക്കൊക്കെയാണ് സപ്ലിമെന്ററി വന്നിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ വിവരം കിട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ രജിസ്ട്രേഷന്റെ ലിങ്ക് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ 2022 പ്രവേശനം നേടിയിട്ടുള്ള BA, BCom, BBA തുടങ്ങിയിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികൾ ഈ ഫെബ്രുവരി 17 മുമ്പ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഓഡിറ്റ് കോഴ്സ് പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഓഡിറ്റ് കോഴ്സ്, അതായത് 1-2 സെമസ്റ്ററിലെ നേരത്തെ എഴുതിയതിന് ശേഷം കിട്ടാതെ പോയിട്ടുള്ള, എഴുതാൻ കഴിയാതെ പോയിട്ടുള്ള, പരീക്ഷ അറിയാതെ പോയിട്ടുള്ള ആളുകൾ സപ്ലിമെന്ററി ആയിട്ട് എഴുതുന്നതിന് വേണ്ടിയുള്ള രജിസ്ട്രേഷനാണ്. മറ്റൊന്ന് 3-4 സെമസ്റ്റർ പരീക്ഷ ഇതുവരെ എഴുതിയിട്ടില്ലാത്തവരാണ്. ഓഡിറ്റ് കോഴ്സിന്റെ പരീക്ഷ 3-4 സെമസ്റ്ററിലുള്ള പേപ്പറുകൾ ഇതുവരെ എഴുതിയിട്ടില്ലാത്തവരുമാണ്. അപ്പോൾ അവരും എന്ത് ചെയ്യണം? ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഫെബ്രുവരി 17 മുമ്പായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. 1 മുതൽ 4 വരെയുള്ള സെമസ്റ്ററിലെ പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ലിങ്കാണ്. ഫെബ്രുവരി 17 വരെയാണ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അത് അവൈലബിൾ ആവുക. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും അത് രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾക്കറിയാം ഓഡിറ്റ് കോഴ്സ് പരീക്ഷ എന്താണ് എന്നതിനെ സംബന്ധിച്ച്. ഓഡിറ്റ് കോഴ്സ് 4 സെമസ്റ്ററുകളിലായിട്ട് 4 പേപ്പറുകളാണ് ഉണ്ടായിരുന്നത്. അത് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ യൂണിവേഴ്സിറ്റി നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ ഞാൻ അയച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും കൊടുക്കാം.
ഓഡിറ്റ് കോഴ്സ് പരീക്ഷ പഠിക്കുന്നതിന് അതിന് യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയിരിക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിൽ അനേകം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് 4 ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഏറ്റവും ശരിയായ ഉത്തരം അതിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ചോദ്യവും അതിൽ ശരിയായ ഉത്തരങ്ങളുമാണ് പഠിക്കേണ്ടത്. പരീക്ഷയ്ക്ക് ഇതിൽ നിന്നാണ് യൂണിവേഴ്സിറ്റി ചോദിക്കുക. യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് ഓരോ സബ്ജക്റ്റിനും 30 ചോദ്യങ്ങൾ ആണ് നിങ്ങൾക്ക് തരിക. ആ 30 ചോദ്യങ്ങളിൽ 12 എണ്ണം ശരിയാവണം. അതായത് 40% മാർക്കുണ്ടാവണം. 30-ൽ 40% എന്ന് പറയുന്നത് 12ആണ്. ആ 12 മാർക്ക് അല്ലെങ്കിൽ 12 ഉത്തരങ്ങൾ ശരിയാവണം. അങ്ങനെ ശരിയായാൽ മാത്രമാണ് ആ പേപ്പർ പാസ്സായതായി കണക്കാക്കുക. അങ്ങനെ 4 പേപ്പറിൽ നിന്നും 30 ചോദ്യങ്ങൾ വീതം ഓരോ പേപ്പറിലും 12 വീതം മാർക്കുകൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് കോഴ്സ് പരീക്ഷ പാസ്സായതായി പ്രഖ്യാപിക്കും. നേരത്തെ 1-2 സെമസ്റ്ററിൽ പരീക്ഷ എഴുതിയപ്പം വളരെ ഭൂരിപക്ഷം ആളുകളും പാസ്സായി പോയിട്ടുണ്ട്. അപൂർവം ചില ആളുകൾക്ക് മാത്രമാണ് തോറ്റുപോയിരിക്കുന്നത്. ചിലർക്ക് പരീക്ഷ എഴുതാൻ കഴിയാതെ പോയവരാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സപ്ലിമെൻ്ററി ആയിട്ട് എഴുതാം. അവർക്ക് അതിനെക്കുറിച്ചുള്ള പരിചയമുണ്ടാവും, അല്ലേ? അപ്പോൾ 3-4 സെമസ്റ്ററിലെ പരീക്ഷയാണ് ഇനി വരാനിരിക്കുന്നത്. അതോടൊപ്പം 1-2 സെമസ്റ്ററിലെ സപ്ലിമെൻ്ററിയും എഴുതിയെടുക്കാം. 4 പേപ്പറുകളിൽ നിന്നായിട്ട് 30 ചോദ്യങ്ങൾ വീതം 12 ചോദ്യങ്ങൾക്ക് ഓരോന്നിലും സ്കോർ ചെയ്യണം എന്നതാണ് അതിൻ്റെ നിബന്ധന. ഇതിൻ്റെ മാർക്കൊന്നും നിങ്ങളുടെ ഡിഗ്രി മാർക്ക് ലിസ്റ്റിൽ ചേർക്കുന്നതല്ല, പക്ഷേ ഇത് പാസ്സാവണമെന്ന് മാത്രമേ വ്യവസ്ഥയുള്ളൂ. ഓക്കെ, ഓൺലൈനായിട്ടാണ് പരീക്ഷ ഉണ്ടാവുക. നേരത്തെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ലിങ്കിൽ പോയിട്ടാണ് നിങ്ങൾ ഈ പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് എഴുതാം. 1 മണിക്കൂറാണ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം. ആ 1 മണിക്കൂറിനുള്ളിൽ ഓരോ ചോദ്യങ്ങളും വായിച്ച് ശരിയായ ഉത്തരം അതിൽ അടയാളപ്പെടുത്തുന്നതോടുകൂടി നിങ്ങൾക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളുടെ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചും ഒക്കെ അറിയാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾക്ക് ആ പേപ്പർ പാസ്സായിട്ടുണ്ടെങ്കിൽ 12ഓ അതിലധികമോ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സായ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. ഓഡിറ്റ് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. നേരത്തെ 1-2 സെമസ്റ്റർ പരീക്ഷ എഴുതിയ സമയത്ത് ആ സർട്ടിഫിക്കറ്റുകളെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതേപോലെ ഇനി സപ്ലിമെൻ്ററി എഴുതുന്നവരുണ്ടെങ്കിലും അതുപോലെ തന്നെ 3-4 സെമസ്റ്ററിലെ റെഗുലറായി വരുന്ന പരീക്ഷ എഴുതുന്നവരും എന്ത് ചെയ്യണം? സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഓക്കെ, സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതിലൂടെയാണ് നിങ്ങൾ പാസ്സായി എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുക. പരീക്ഷ എഴുതി കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നതും അതിൽ കൃത്യമായി കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കൃത്യമായി പഠിക്കുക. എന്നിട്ട് ഓൺലൈനായിട്ട് പരീക്ഷ എന്നാണ് എന്നതിനെ സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിൻ്റെ ടൈം ടേബിൾ പ്രത്യേകമായി പ്രസിദ്ധീകരിക്കും. ഓരോരുത്തർക്കും ഏതൊക്കെ സമയങ്ങളിലാണ്, ഏത് ദിവസമാണ്, ഏതൊക്കെ സമയങ്ങളിലാണ് ഓരോരോ പേപ്പറുകളും എഴുതിയെടുക്കാനുള്ളത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പരീക്ഷ എഴുതുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 6ാമത്തെ സെമസ്റ്റർ പരീക്ഷയാണ് വരാനിരിക്കുന്നത്. ഏറ്റവും ആദ്യം ഇനി വരാനിരിക്കുന്നത് 6ാമത്തെ സെമ്മിലാണ്. അത് മാർച്ച് അവസാനത്തോടു കൂടിയോ ഏപ്രിൽ ആദ്യ ആഴ്ചയോടു കൂടിയോ നിങ്ങളുടെ 6ാമത്തെ സെമസ്റ്റർ പരീക്ഷ പൂർത്തിയാവും. മാർച്ച് പകുതിയോടുകൂടി ആരംഭിച്ച് ഏപ്രിൽ ആദ്യ ആഴ്ചയോടുകൂടി അവസാനിക്കുന്ന തരത്തിലായിരിക്കും നിങ്ങളുടെ 6ാമത്തെ സെമസ്റ്റർ പരീക്ഷ ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ പിന്നെ ഒന്ന് വരാനുള്ളത് 4th സെമ്മിൻ്റെ സപ്ലിമെൻ്ററി ആണ്. അത് 6ാമത്തെ സെമസ്റ്റർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും വരിക. നിങ്ങളുടെ ഈ ഓഡിറ്റ് കോഴ്സ് പരീക്ഷ ഒന്നുകിൽ 6ാമത്തെ സെമസ്റ്റർ പരീക്ഷ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നടക്കും, ഓൺലൈനായിട്ട് നടക്കും. അങ്ങനെ നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ മാത്രമാണ് 6ാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് ശേഷം നടത്തുക. മിക്കവാറും 6ാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് മുമ്പായിട്ട്, അതായത് മാർച്ച് പകുതിക്ക് ശേഷം അല്ലെങ്കിൽ ആദ്യ ആഴ്ചയ്ക്ക് ശേഷം 6ാമത്തെ സെമസ്റ്റർ പരീക്ഷ നടക്കും. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഓഡിറ്റ് കോഴ്സ് പരീക്ഷ നടക്കാനാണ് സാധ്യത. അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ പിന്നെ മാർച്ചിൽ അവസാനമോ ഏപ്രിൽ ആദ്യമോ ആയിട്ട് പരീക്ഷ വരും. എന്തായാലും ശരി, നിങ്ങളിതിന് പ്രിപ്പയർ ചെയ്യുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ചോദ്യങ്ങൾ ഓരോന്നും വായിച്ചു നോക്കുക, അതിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. എന്നിട്ട് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ഓക്കെ, സപ്ലിമെൻ്ററി ആയി എഴുതാൻ കാത്തിരിക്കരുത്. അടുത്ത വർഷം ഇനിയും സപ്ലിമെൻ്ററി ഉണ്ടല്ലോ എന്ന് കരുതി അടുത്ത വർഷത്തേക്ക് എഴുതാമെന്നൊന്ന് കരുതി ആരും കാത്തിരിക്കരുത്. ആദ്യ ചാൻസിൽ തന്നെ പാസ്സാവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ.